ഒരു ടറന്റീനോ വൈബിൽ ആഷിഖ് കപൂർ എടുത്ത ഏറ്റവും പുതിയ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. എനിക്കിതൊരു ഓക്കെ മൂഡിലുള്ളൊരു മൂവിയായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ് ഇങ്ങനത്തെ ഈ ഒരു ഷൂട്ടിംഗ് പെർസ്പെക്റ്റീവ് വരുന്ന സിനിമകളൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ഈ സിനിമ ഒരു ഒരു പരിധി വരെ എന്നെ തൃപ്തിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിട്ട് പോലെ എനിക്ക് തോന്നി പല സമയത്തും. ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹാഫിലെ കുറച്ച് പോർഷൻസൊക്കെ അതിഗംഭീരമായിട്ടൊരു ക്ലാസ് സാധനമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ സാധനം ഓവർ ക്രൗഡഡ് ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട്, ഒരുപാടെന്ന് പറഞ്ഞാൽ ഇതിൽ എണ്ണാൻ പറ്റില്ല. ഇതിൻ്റെ പോസ്റ്റേഴ്സിലൊക്കെ നമ്മൾ കാണുന്ന അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഇവർക്കൊക്കെ സ്പേസ് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് എല്ലാം കൂടി കുത്തിക്കയറ്റി അങ്ങനെ റഷ്ഡായിട്ട് കാണിച്ച പോലെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി പല സമയത്തും ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് പിന്നീട് അങ്ങോട്ടുള്ള നമുക്കറിയാം ഈ സിനിമയിൽ എന്താ നടക്കാൻ പോകുന്നത്. ഒരു റൈഫിൾ ക്ലബ്ബ്, അവിടേക്ക് കുറച്ച് പേര് വരുന്നു. അവിടെ വെച്ചുണ്ടാകുന്ന ഒരു ഷൂട്ട് ഔട്ടാണ് ഈ സിനിമ മുഴുവനായിട്ട് കാണിച്ചു തരുന്നത്. നമ്മുടെ ജാങ്കോ അൺചെയിൻഡ്, പിന്നെ നമ്മുടെ ഹേറ്റ്ഫുൾ എയ്റ്റ്, ഇങ്ങനത്തെ സിനിമയിലൊക്കെ ഇതേപോലത്തെ ഒരു തീമാണ്. അതിലൊരു ബാറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിർത്തുകയാണെങ്കിൽ ഇതേ മോഡലുള്ള സാധനം തന്നെയാണ്. ആ ഒരു വൈബ് തന്നെയാണ് സിനിമയ്ക്ക് പിടിച്ചിട്ടുള്ളത്. പക്ഷേ കുറേ സ്ഥലത്ത് കുറേ ബിറ്റ്സ് ആൻഡ് പീസസ് അങ്ങനെ നന്നായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആസ് എ ഹോൾ ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. പക്ഷേ ഇതിൽ ചില സീക്വൻസുകളും ചില സെറ്റ് പീസസ് ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ OTT ഒക്കെ വരുന്ന സമയത്ത് ഒരു സ്റ്റാറ്റസ് മെറ്റീരിയൽ തന്നെ ആയി മാറാനുള്ള അത്രയും സാധ്യതയുള്ള കുറേ സീക്വൻസുകൾ സിനിമയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആസ് എ ഹോൾ ഒരു കംപ്ലീറ്റ് അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ അതിലെ മെയിൻ കാര്യമായിട്ട് തോന്നിയത് എനിക്കിതിലെ ഓവർ കാസ്റ്റിംഗ് ആണ്. ബാക്കിയൊക്കെ ഇതിൽ പ്രത്യേകിച്ച് സ്ക്രീൻ പ്ലേയോ അല്ലെങ്കിൽ വലിയ സ്ക്രിപ്റ്റിൻ്റെ ആവശ്യം, ഈ സിനിമയുടെ കഥ എന്താണെന്ന് നമുക്ക് ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്കറിയാം. സോ സ്ക്രീൻ പ്ലേയിൽ കുറച്ചും കൂടി ഇനി അടുത്ത് എന്ന് നടക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാൻ പോകുന്നൊരു സെറ്റപ്പ് നമുക്ക് പല സമയത്തും കിട്ടും. സോ ഇനി ഇതാണ് വരാൻ പോകുന്നത് എന്നുള്ള ആ ഒരു മോഡ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു എൻഗേജിങ് ഫാക്ടർ ഉണ്ടല്ലോ, അത് അവിടെയൊക്കെ സിനിമയിൽ മിസ്സാവും. സോ എനിക്കിതൊരു കംപ്ലീറ്റ് നെഗറ്റീവ് ഫിലിമായിട്ട് അല്ലെങ്കിൽ ഒരു മോശം സിനിമയായിട്ട് എനിക്ക് എവിടെയും തോന്നിയില്ല. കണ്ടുകൊണ്ടിരിക്കാം, നല്ല എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഒരു നല്ല ഔട്ട്പുട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത് പേഴ്സണലി ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ. കാരണം മലയാളത്തിൽ ഇങ്ങനത്തെ ഈ ജോണറിലുള്ള അധികം സിനിമകൾ വരാറില്ല. പ്രത്യേകിച്ച് ഒരു ടോട്ടൽ കംപ്ലീറ്റ് വെടിയും പുകയായിട്ടുള്ളൊരു പടം. സോ ഈ സിനിമയുടെ മേക്കിംഗ് അടിപൊളിയാണ്, ഇതിൻ്റെ കാസ്റ്റിംഗ് അടിപൊളിയാണ്. പക്ഷേ എക്സ്ട്രാ കാസ്റ്റിംഗ് എന്നതാണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇപ്പോൾ മേക്കിങ്ങിലൊക്കെ ചില സീക്വൻസുകളും അതിൻ്റെ കളർ ഗ്രേഡിങ്ങും അതിൽ കൊടുത്തിട്ടുള്ള ലൈറ്റിങ് സൗണ്ടിങ് ഒക്കെ പൊളി സാധനമാണ്. ഈ ഹനുമാൻ ഖാൻ്റെ ഒക്കെ ഒരു ഗേറ്റ് തുറന്ന് വരുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് മോനെ, പൊളി. അങ്ങനത്തെ കുറേ ബിറ്റ്സ് ആൻഡ് പീസസ് അടിപൊളിയായിട്ടുണ്ടെങ്കിലും കുറേ സ്ഥലത്ത് ഈ ക്യാരക്ടേഴ്സിനോടൊന്നും നമുക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് വരില്ല. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആർക്ക് എവിടെ എപ്പോൾ എന്തിന് വെടിവെച്ചു എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത, പ്രത്യേകിച്ച് ഈ കാസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത ഹബ്ബായിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ടല്ലോ. ഇപ്പോൾ വില്ലൻ്റെ ഗ്യാങ്ങിൽ കുറേ പേരുണ്ടാവും. അവർക്കൊക്കെ ആരെങ്കിലുമൊക്കെ നമുക്കൊന്ന് മനസ്സിൽ രജിസ്റ്റർ ആവണം, അല്ലെങ്കിൽ ഒരു വട്ടെങ്കിലും നമുക്ക് അവരെ കാണണം. ഒരു ഷോട്ടിൽ നമുക്ക് കണ്ടതും അവർ തീർന്നു. അങ്ങനെ അത് എന്താന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ കുറേ സാധനങ്ങളെങ്കിലും വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഓവർ ക്രൗഡഡ് സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്കൊരു ഓക്കെ മോഡ്, അല്ലെങ്കിൽ ഞാൻ പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ ഞാൻ 2-3 വട്ടം റിപ്പീറ്റ് അടിച്ച് കാണുന്ന ആളാണ്. അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി എവിടെയും കിട്ടിയില്ല. പക്ഷെ ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാം, അതിൽ മോശമൊന്നും പറയാനില്ലാത്ത, എന്നാൽ മൾട്ടിപ്പിൾ വാച്ചിന് എന്നെ പ്രേരിപ്പിക്കാത്തൊരു മൂവി. സോ ഓൾറെഡി ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു, കുറച്ചും കൂടി മീൻസ് അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് അത് മതി. ഈ ഒരു പ്രിമേഴ്സ് അടിപൊളിയാണ്, പക്ഷേ എന്തൊക്കെയോ ഒരു മിസ്സിങ് വന്നിട്ടുള്ള മൂവി എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.